കർത്താവിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഏദൻ തോട്ടത്തിലെ പാമ്പ് അത് ഉടമ്പടിയുടെ പുറത്തുള്ള ഒരു മനുഷ്യനായിരുന്നെന്നും അദ്ദേഹം നഖാഷ് എന്ന പേരിൽ എബ്രായ ഭാഷയിൽ ആ പാമ്പിനെ നമുക്ക് കാണാൻ പറ്റും. അത് ഹിസിങ് സൗണ്ട് പുറപ്പെടുവിക്കുന്ന, ഡിവിനേഷൻ ചെയ്യുന്ന, ചാൻഡിങ് ചെയ്യുന്ന, വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒക്കൾട്ട് മന്ത്രവാദവും ശകുനവാദവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വിരുദ്ധമായി, ദൈവികമായ വെളിപ്പാടിന് വിരുദ്ധമായി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളിനെയാണ് നമ്മളിവിടെ നഖാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ മനസ്സിലാക്കിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഴയ നിയമത്തിലെ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അവന് കൊടുത്ത നിയോഗം, അവന് വാഴുവാനായിട്ട് ദൈവം നിയോഗിച്ചു. ആ വാഴുന്നത് മൃഗങ്ങളാണ്, ആ മൃഗങ്ങൾ ജാതികളാണ് എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തെ ആധാരമാക്കി, 11-നെ ആധാരമാക്കി വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് അടുത്ത ചില ചിന്തകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് ഞാനും കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതായത് ഇവിടെ ഈ പാമ്പ് അവിടെ എന്താണ് സംഭവം, എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പാമ്പ് ഒന്ന് പറയുകയാണ്, നീ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ഹവ്വ പറയുമ്പോൾ ഈ പാമ്പ് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ മരിക്കുകയില്ല. നിശ്ചയമായിട്ടും യേശു പറഞ്ഞു, ദൈവമായ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മരിക്കും, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ പാമ്പ് പറയുകയാണ്, നീ മരിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. എന്നിട്ട് പറഞ്ഞു, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിനുകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ഞാൻ അറിയുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇദ്ദേഹത്തിന്റെ ശൈലി നോക്കി. നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കും. ഇതെല്ലാം പ്രൊഫറ്റിക്കലി സംസാരിക്കുന്നു, ഭാവിയ. കാരണം ഇദ്ദേഹം ഇവരോട് ഭാവി പറയുക. ശ്രദ്ധിച്ചു കേൾക്കണം, ഇവരോട് ഭാവി പറയുക. ഈ മെസ്സേജ് മാത്രം നമുക്കൊന്ന് എടുത്തേ, കോണ്ടെക്സ്റ്റ് എല്ലാം മാറ്റിയിട്ട്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ദൈവം എന്താ പറഞ്ഞേ? മരിക്കും നിശ്ചയം. മൂട്ട് തമ്മൂട്ട് എന്ന്. നീ മരിക്കും നിശ്ചയം, നിശ്ചയമായിട്ടും മരിക്കും. പക്ഷെ ഇവിടെ പാമ്പ് പറയുകയാണ്, യു വിൽ നെവർ ഡൈ. സത്യത്തിൽ ഇതിലെ ഏത് വാക്കാണ് മോട്ടിവേഷണൽ? ഏത് വാക്കാ മോട്ടിവേഷണൽ? നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം എന്ന് പറയുന്നതാണ് മോട്ടിവേഷണൽ. മാത്രമല്ല, നിങ്ങളിത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നത്തെ വേർഷനെ പറയും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ പോവുക. നിങ്ങൾ ഇന്നുവരെ കാണാത്ത ചിലത് കാണാൻ പോകും, ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ചിലത് കേൾക്കാൻ പോകും. മാത്രമല്ല, നിങ്ങൾ സകലത്തെയും തിരിച്ചറിയാൻ പറ്റുന്ന നിലയിൽ, സകല നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്ന നിലയിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകാൻ പോവുകയാണ്. എന്തൊരു മോട്ടിവേഷണൽ മെസ്സേജാന്ന് നോക്കി, ശ്രദ്ധിച്ചു കേൾക്കണം. മോട്ടിവേഷണൽ മെസ്സേജ്. ഒരു തെറ്റും കാണാനില്ല ആ മെസ്സേജിനകത്ത്. പാമ്പ് ഒരു തെറ്റും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ഈ പാമ്പെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് നമ്മൾ ആദ്യം ഇതിന്റെ മെസ്സേജാ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരിക്കത്തില്ല എന്ന് പറഞ്ഞത്? ശരിയാണോ? ശരിയാണ്. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആദമും ഹവ്വയും ഈ ഫ്രൂട്ട് തിന്നാൽ മരിക്കത്തില്ല. കാരണം പാമ്പിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, നഖാഷ് അത് സകല കാട്ടുമൃഗങ്ങളിൽ വെച്ച് എന്താണ്? കാട്ടുമൃഗങ്ങളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു. കൗശലമേറിയതായിരുന്നു. അപ്പം ഈ കൗശലമേറിയതായിരുന്നു എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്ക്, അതിൻ്റെ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് അറൂം എന്ന വാക്കാണ്. അറൂം.
Now the serpent was more cunning than any beast of the field. Arum. അറൂം എന്ന വാക്കിന്റെ ഇംഗ്ലീഷിലെ അർത്ഥം പ്രൂഡന്റ് മാൻ, ക്രാഫ്റ്റി, സെൻസിബിൾ, ഷ്രൂഡ്, വക്രബുദ്ധിയുള്ള, കണ്ണിങ് ആയിട്ടുള്ള, തന്ത്രശാലിയായിട്ടുള്ള, കൂർമ്മബുദ്ധിക്കാരനായ ഒരാൾ, കപടതയുള്ള ഒരാൾ, കൗശലമുള്ള ഒരാൾ എന്നാണ് നമ്മളിവിടെ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ പാമ്പ് അറൂം എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അറൂം എന്ന വാക്കിന്റെ അതിന്റെ വെർബൽ ഫോം എന്ന് പറയുന്നത് അറാം എന്നാണ്. അറാം എന്ന വാക്കിന്റെ അർത്ഥം നേക്കഡ് എന്നാണ്. നേക്കഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേക്കഡ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ സമാപന ഭാഗത്ത് എങ്ങനെയാ വായിക്കുന്നത്? പുരുഷൻ ആദമും ഹവ്വയും എന്താ? പുരുഷൻ സ്ത്രീയും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അവർക്ക് നാണം തോന്നിയില്ല, അവർ നഗ്നരായിരുന്നു. അവിടെയും അറാം എന്ന വാർഡ് ഉപയോഗിക്കും. ഈ അറാം എന്ന വേർഡിൽ നിന്നാണ് അറൂം എന്ന വേർഡ് വന്നത്. സോ നേക്കഡ്. ഈ വാക്കിന് അറൂം എന്ന വേർഡിനും കണ്ണിങ് എന്നുള്ള വാക്കുണ്ട്, ക്രാഫ്റ്റി എന്ന അർത്ഥമുണ്ട്. സോ ഇത് വെർബ് ആൻഡ് നൗൺ ആയിട്ട് പറയും. ഇത് വെർബ് എന്ന് പറയുന്നത് എന്താണ്? നേക്കഡ്. അപ്പം പാമ്പ് എന്തായിരുന്നു? നേക്കഡ് ആയിരുന്നു. അപ്പൊ ഈ നേക്കഡ്നെസ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിലെ നേക്കഡ്നെസ്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അല്ലെങ്കിൽ നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നപ്പോൾ മനുഷ്യൻ ആരായി മാറി? മനുഷ്യൻ അവരെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അവരറിഞ്ഞു. തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അപ്പൊ നഗ്നരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിസിക്കലി അവർ നേക്കഡായി എന്ന അർത്ഥമല്ല. അപ്പൊ ഇവിടെ നേക്കഡ്നെസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ നേക്കഡ്നെസ്. ഭൗതികമായിട്ട് അവർക്ക് വസ്ത്രമില്ലാതിരുന്നു, നഗ്നരായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമല്ല. മറിച്ച് ഇവിടെ നാം അറിയേണ്ടത് ഈ വസ്ത്രം എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ ഒത്തിരി ഇടങ്ങളിലുണ്ട്. അതായത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ ഈ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഉടമ്പടികളെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വസ്ത്രം കൊണ്ട് അവരെ മൂടുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോഴും എസെക്കിയേലിന്റെ പ്രവചനം 16-ാം അധ്യായം വായിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, നീ നഗ്നയായിരുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്തു? എൻ്റെ ഉടുപ്പ് കൊണ്ട് നിന്നെ ഉടുപ്പിച്ചു. ഇതൊരു കവനന്റ് ആണ്. അതായത് ദൈവം തൻ്റെ വസ്ത്രം അവരുടെ മേൽ ഇടുക എന്ന് പറഞ്ഞാൽ, അവരുടെ നഗ്നത മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഉടമ്പടിക്കകത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, റൂത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തില് കളപ്പുരയിലേക്ക് എത്തുന്ന റൂത്ത് ബോവസിന്റെ കാൽപാദത്തിൽ വന്ന് കിടക്കുന്നു. അവൻ തന്റെ വസ്ത്രം എടുത്ത് അവളുടെ മേലിടുന്നു. വസ്ത്രം എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം ഉടമ്പടിയിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് ഉടമ്പടിയും, വസ്ത്രം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നേക്കഡ്നെസ് എന്ന്. അപ്പൊ നേക്കഡ്നെസ് ഇത് ഇസ് നോട്ട് ഒരാൾ ഉടുപ്പില്ലാതെ നടക്കുന്നു എന്നുള്ള ഭൗതികമായിട്ടുള്ള ഒരു നഗ്നതയല്ല, അത് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പം പാമ്പ് അവൻ അറൂമായിരുന്നു, കൗശലക്കാരനാന്ന് പറഞ്ഞാൽ അവൻ എന്തായിരുന്നു? നേക്കഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് നോട്ട് അണ്ടർ ദ കവനന്റ്. അവൻ ഉടമ്പടിയുടെ കീഴിലല്ലായിരുന്നു. അപ്പൊ ഈ പറയുന്ന നഖാഷ്, ഈ കണ്ണിങ് ഫെലോ, ഈ ക്രാഫ്റ്റി മാൻ, ദിസ് പ്രൂഡന്റ് മാൻ, ഈ എൻചാൻഡർ, ഈ ഫോൾസ് ടീച്ചർ, ഇയാള് ഉടമ്പടിയുടെ കീഴിലല്ലായിരുന്നു. പക്ഷെ ആദം ഹവ്വ എന്തായിരുന്നു? ഉടമ്പടിയുടെ കീഴിലായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല താനും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നഗ്നരായിരുന്നു എന്ന് പറയുമ്പോൾ ഫിസിക്കലി സംസാരിക്കുമ്പോൾ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരു കൂട്ടം ആളുകൾക്ക് നാണം തോന്നിയില്ല, ബിക്കോസ് they were covered by the covenantal apparels, അല്ലെങ്കിൽ എന്തോ പറയുന്നത്, ആ വസ്ത്രങ്ങൾ കൊണ്ട് അവര് നഗ്ന പറഞ്ഞത്. ഇവിടെ ഒരാൾ എന്താണ്? നഗ്നനായിരുന്നു. അറൂം മീൻസ് നേക്കഡ്. നമുക്ക് മനസ്സിലാക്കാം, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഒരാൾ ഉടമ്പടിയിലാണ്, ഒരാൾ ഉടമ്പടി. അപ്പൊ ഇവിടെ പാമ്പ് പറയാണ് മരിക്കത്തില്ല നിശ്ചയം. കാരണം എന്താ? ഉടമ്പടിക്കകത്ത മരണത്തെ സംബന്ധിച്ച് ഈ പാമ്പിന് അല്ലെങ്കിൽ ഈ മനുഷ്യന് ഒരു പരിചയവുമില്ല. ഉടമ്പടിക്കകത്തെ കവനന്റ് ഡെത്ത് എന്ന് പറയുന്നത് ദൈവത്തിനും ഉടമ്പടിയിൽ വന്നവർക്കും മാത്രമേ മനസ്സിലാവൂ. ഇത് നമ്മൾ ഉൽപ്പത്തി മുതൽ അങ്ങ് വെളിപ്പാട് പുസ്തകം 22 വരെ കാണാൻ പറ്റും. ഈ മരണം, പാമ്പിന്റെ മരണം എന്ന് പറഞ്ഞാൽ
ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയിട്ട് തിരിച്ചു വരുന്ന. ശ്രദ്ധിച്ചു കേൾക്കണേ, പ്രാണൻ ഒരു ശരീരത്തിൽ നിന്ന് പോകുന്നതാണ് മരണം. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നതാണ് മരണം. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ആ ഫിസിക്കൽ ഡെത്ത്, ശാരീരികമായ മരണമാണ് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം മരണം. അപ്പോൾ പാമ്പ് സ്ത്രീയോട് തന്റെ നിലപാടിൽ പറഞ്ഞ വാക്ക് തെറ്റല്ല. പക്ഷെ ദൈവം പറഞ്ഞു നീ മരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ പാമ്പ് പറഞ്ഞതാണോ സത്യം, ദൈവം പറഞ്ഞതാണോ സത്യം? പക്ഷെ ദയവായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകളും പാമ്പ് പറഞ്ഞതാണ് സത്യം എന്നാണ് അവരുടെ പ്രസംഗത്തിൽ വെളിപ്പെടുന്നത്. കാരണം ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും, പാമ്പ് പറഞ്ഞു മരിക്കത്തില്ല. ഈ പാമ്പിന്റെ പദമാണ് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും ഒക്കെ തന്നെ അവരുടെ ശുശ്രൂഷകളിൽ, പ്രസംഗവേദികളിൽ, മരണ ശുശ്രൂഷകളിലെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത്. കാരണം എന്താ? സാത്താൻ അല്ലെങ്കിൽ നഖാഷ് എന്ന് പറയുന്ന പിശാച് എന്ന് പറയുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പാമ്പ് അദ്ദേഹം ഭൗതിക മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അത് കവനന്റിൽ, അതായത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ, തിന്നുന്ന നാളിൽ നീ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന നിനക്ക് മരണം സംഭവിക്കും. ഇറ്റ് ഈസ് എ കവനന്റൽ ഡെത്ത്. ഇത് നമുക്ക് പഴയ നിയമത്തിൽ എല്ലായിടത്തും എപ്പോഴൊക്കെ ഇസ്രായേൽ ഉടമ്പടിയിൽ നിന്ന് പുറത്തുപോയോ അപ്പോഴൊക്കെ വിശുദ്ധ ബൈബിൾ അവരെ മരിച്ചവരായിട്ടും ശവക്കുഴിയിൽ കിടക്കുന്നവരായിട്ടും അസ്ഥിപഞ്ജരമായി മാറിയവരായിട്ടും പൂഴിയായി മാറിയവരായിട്ടും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കൂടെ വിശദീകരിക്കാനുള്ള സമയവും സ്പേസും നമുക്ക് ഈ വീഡിയോയിൽ ഇല്ല. അപ്പം മുഴുജനതയും എന്താണ്? ആ മുഴുജനതയും മരിച്ചുപോയി എന്നാണ് നമ്മൾ എസെക്കിയേൽ 37 വായിക്കാൻ പറയാൻ പറ്റും, ഹോശേയ പ്രവചനത്തിൽ വായിക്കാൻ പറ്റും, യെശയ്യാ 26 വായിക്കാൻ പറ്റും. ഇതുപോലെ പലയിടങ്ങളിൽ അവരുടെ മരണത്തെ കാണുന്നതായിട്ട് കാണാം, അത് വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് കവനന്റൽ ഡെത്ത്. അപ്പൊ പാമ്പ് പറഞ്ഞു മരിക്കത്തില്ല, ദൈവം പറഞ്ഞു മരിക്കും. ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വന്നത്, ചില ആളുകൾ ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ദൈവം പറഞ്ഞത് സത്യമാണ്. അതെന്താ? തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞത് ശരിയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. കാരണം ആദമിന്റെ ആയുഷ്കാലം 930 വർഷമാണ്. ദൈവത്തിന് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. അപ്പോൾ 1000 വർഷം ആദമ് തികച്ചിട്ടില്ല. അപ്പം ദൈവം ആദമിന് പറഞ്ഞ ആ വാക്ക് അതുപോലെ നിവൃത്തിയായി. ആ ഒരു ദിവസം തികയുന്നതിന് മുമ്പ് ആദം ഫിസിക്കലി മരിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ, ഫിസിക്കലി മരിച്ചു. അപ്പൊ വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിച്ചത് ഈ ആദമെന്ന ആള് ഭൗതികമായി മരിക്കും എന്നതിനെ കുറിച്ചായിരുന്നോ? ബൈബിളിന്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് പറയാം, 1% പോലും ഇല്ല. 110% ദൈവം പറഞ്ഞത് അത് ഭൗതിക മരണത്തെ കുറിച്ച് ആയിരുന്നില്ല. ഭൗതിക മരണത്തെ കുറിച്ച് സംസാരിച്ചത് പാമ്പാണ്. പാമ്പിന്റെ ദൃഷ്ടിയിൽ ഭൗതിക മരണമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ഉടമ്പടിയുടെ മരണം എന്തെന്ന് അറിയത്തില്ല. ദൈവം നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നാൽ നീ മരിച്ചു പോകും എന്ന് പറയുന്ന ആ പദം, ആ മരണം എന്തെന്ന് ഈ പാമ്പിന് അറിയില്ല. നമ്മുടെ നാട്ടിലെ പാമ്പ് ഭയങ്കര സർവ്വവ്യാപിയായ പാമ്പുണ്ട്, അറിയാലോ, ലൂസിഫർ. സർവ്വവ്യാപിയാണ്. 800 കോടി മനുഷ്യരെ ഒരുപോലെ ചതിക്കാൻ പറ്റുന്ന, ഒരേ സമയത്ത് എല്ലായിടത്തും പ്രവർത്തിക്കാൻ പറ്റുന്ന, എല്ലാവരുടെ മനസ്സിലിരിപ്പ് അറിയാവുന്ന, പ്രാർത്ഥനാ വിഷയം അറിയാവുന്ന, നിന്റെ വാക്തത്വം വരെ രഹസ്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ സഭകളിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്, ഒരു സർവ്വവ്യാപിയായ പിശാച്. പക്ഷെ നമ്മുടെ ബൈബിളിൽ പറയുന്ന ഈ പാമ്പ് സർവ്വവ്യാപിയല്ല. അദ്ദേഹത്തിന് ഇതൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് ഫിസിക്കൽ ഡെത്ത്, അത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം പ്രിയപ്പെട്ടവരെ, ആദമിന് സംഭവിച്ച മരണം എന്താണെന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാകത്തില്ല. നമ്മുടെ എല്ലാം വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ആർഗ്യുമെന്റ് നടത്തുന്നതല്ലാതെ പുനരുത്ഥാനം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ മരണം എന്താന്ന് മനസ്സിലാക്കണം. മരണം എന്ന് ദൈവം പറഞ്ഞത് ഭൗതിക മരണത്തെക്കുറിച്ചല്ല.
മരണം എന്നത് പാമ്പ് പറഞ്ഞത് ഭൗതിക മരണത്തെക്കുറിച്ചാണ്. അപ്പൊ ഒരു അർത്ഥത്തിൽ ഹൗവ നോക്കുമ്പോൾ മരിച്ചിട്ടില്ല. തിന്നപ്പോൾ കണ്ണങ്ങ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയല കൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കി, ദൈവത്തിന്റെ സാമീപ്യത്തിന് മുമ്പിൽ ഭയന്ന്, ദൈവത്തിന്റെ കാലശ കേട്ടവർ ഭയന്ന് ഒളിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. അവർ ഫിസിക്കലി എന്ത് ചെയ്തിട്ടില്ല? മരിക്കുന്നില്ല. പിന്നെ എത്രയോ വർഷങ്ങൾ പുത്രന്മാർ ജനിക്കുന്നു, ഭൂമിയിൽ താമസിക്കുന്നു. 950-30 വയസ്സാകുമ്പോൾ താൻ മരിക്കുകയും ചെയ്യുന്നു. സോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആദം എന്ന് പറയുന്ന ആള് ആ പാമ്പിന്റെ വാക്കനുസരിച്ച് ഫിസിക്കലി മരിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ആളുകൾ ഒരു ശവമടക്ക ശുശ്രൂഷയിലേക്ക് പോകുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ മരണം എന്താണ്? പാമ്പിന്റെ മരണമോ നമ്മുടെ മരണം? പാമ്പ് എന്ത് മരണം എന്ന് പറഞ്ഞു? അതാ നമ്മുടെ കണ്ണിലെ മരണം. അപ്പൊ പാമ്പ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഇന്ന് മരണ ശുശ്രൂഷയിൽ കാണുന്നത്. പാമ്പിന്റെ അതേ തിയറിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉയർപ്പ് പ്രസംഗിക്കുന്നത്. കാരണം ദൈവം പറഞ്ഞ ആ പദത്തിലേക്ക് നമ്മൾ പോകാറില്ല. ദൈവം പറഞ്ഞ പദത്തിലാണ് ഒരു ദൈവ പൈതൽ ഈ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ, ഒരു വിശുദ്ധൻ ഭൂമിയിൽ നിന്ന് വിട വാങ്ങിയാൽ അതിനെ മരണമെന്ന് പറയത്തില്ല. ആ മൺശരീരം അവിടെ നിന്ന് തിരിച്ചു വരുമെന്നും പറയത്തില്ല. കാരണം ഈ ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചോ ഫിസിക്കൽ റിസറക്ഷനെ കുറിച്ചോ യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. ഫിസിക്കൽ ഡെത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞത് പാമ്പാണ്. ആ പാമ്പ് പറഞ്ഞതിനെ മനസ്സിലാക്കിയ വ്യക്തികൾ ആ ഫിസിക്കൽ ഡെത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടും എന്ന് പറയുന്നെങ്കിൽ അത് യഹോവയായ ദൈവത്തിന്റെ ഉപദേശമല്ല, അത് ഏദനിലെ പാമ്പിന്റെ ഉപദേശം. കാരണം യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യന്റെ ഭൗതിക മരണത്തിന് വേണ്ടിയല്ല. യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യന്റെ ദൈവവുമായുള്ള വേർപാടിൻ എന്ന മരണത്തിന് വേണ്ടിയാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് ക്രൂശിൽ നിലവിളിക്കുന്ന കർത്താവ് പിതാവുമായുള്ള മനുഷ്യകുലത്തിന്റെ സെപ്പറേഷന്റെ പെയിൻ കുരിശിൽ അനുഭവിക്കുകയായിരുന്നു. അപ്പം യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ ഭൗതികമായ ശരീരത്തിന്റെ മരണത്തിന് വേണ്ടി അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ? യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ ഭൗതിക മരണത്തിന് വേണ്ടിയെങ്കിൽ, നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ മരണത്തിന് വേണ്ടിയെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റയാള് പോലും ഒരിക്കൽ പോലും ഭൗതികമായി മരിക്കാൻ പാടില്ല. കർത്താവ് എന്തിനു വേണ്ടി മരിച്ചോ അത് വീണ്ടും എന്നിൽ നിവർത്തിക്കപ്പെടുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ബലഹീനമായി എന്നും അത് ഉപയോഗമില്ലാതായി പോയി എന്നും നാം പറയേണ്ടി വരും. യേശു ക്രിസ്തുവിന്റെ മരണം ഭൗതിക ശരീരത്തിന്റെ മരണത്തിന് വേണ്ടി ആയിരുന്നില്ല. യേശു ക്രിസ്തു മരിച്ച ഹി ഡൈഡ് അക്കോർഡിംഗ് ടു ദ ലോ. ന്യായപ്രമാണ പ്രകാരം മരിച്ചു. ന്യായപ്രമാണം നമുക്ക് വേണ്ട, ഉടമ്പടി പ്രകാരം മരിച്ചു. ഹി ഡൈഡ് അക്കോർഡിംഗ് ടു ദ കവനന്റ്, അക്കോർഡിംഗ് ടു ദ covenant of the old people of Adam, for the covenant death of the old covenant people. മനസ്സിലാക്കണം, ഓൾഡ് കവനന്റ്, മരണത്തിന് അധീനരായവരെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ യേശു ക്രിസ്തു മരിച്ചു. പ്രിയരെ, ഞാൻ ഇനി പാമ്പിലേക്ക് പെട്ടെന്ന് വരാം. ആരാണ് ഈ പാമ്പ്? ഈ മെസ്സേജ് പല ആളുകൾക്ക് വലിയ ഒരു ഷോക്കിംഗ് കൊണ്ടുവന്നിട്ടെന്ന് അറിയാം. പക്ഷെ ചിലർക്ക് ഷോക്ക് ആവത്തില്ല. കാരണം ഇവരിത് കേൾക്കുമ്പോൾ തന്നെ പറയും ഇത് ദുരുപദേശം എന്ന് പറയും. കാരണം ബൈബിളിൽ പാമ്പ്, അതിനകത്തൊരു കമന്റ് ഒരു പ്രിയപ്പെട്ടവൻ എഴുതിയത്, ബൈബിളിൽ പാമ്പ് എന്ന് പറയുമ്പോൾ ആ പാമ്പ് പാമ്പല്ല എന്ന് പറഞ്ഞാൽ അത് ദുരുപദേശമല്ലേ? യേശുക്രിസ്തു, ഞാൻ അതിനൊരു കൊച്ചു മറുപടി കൊടുത്തത്, യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയും ആ കുഞ്ഞാടായവനെ ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ ആനിമലിനെ വർഷിപ്പ് ചെയ്യുകയല്ലേ? ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഛായയിൽ ഒരു മൃഗത്തിന്റെയോ എന്തോ മനുഷ്യന്റെ രൂപമോ മൃഗത്തിന്റെ രൂപമോ ആക്കരുത്, ഒന്നിനോട് എന്നെ താരതമ്യപ്പെടുത്താൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദേവാദി ദൈവത്തിന്റെ പുത്രൻ ആട്ടുംകുട്ടിയായെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ ആട്ടുംകുട്ടിയുമായി മൃഗത്തോടുകൂടെ സാമ്യപ്പെടുത്തിയാൽ അത് വിഗ്രഹാരാധനയും ദൈവനിക്ഷേപവും ആകത്തില്ലേ?
യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സിംഹത്തെ ആരാധിക്കുന്നവനാണോ? അപ്പൊ അക്ഷരാർത്ഥത്തിൽ അവൻ സിംഹമാണോ? അല്ല. അപ്പൊ ഞാൻ അതിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, സകല കാട്ടുമൃഗങ്ങളിൽ വെച്ച് പാമ്പ് കൗശലമുള്ളതായിരുന്നു. ഇപ്പൊ കുറച്ച് സയന്റിഫിക് ആളുകൾ പാമ്പിന് കാലുണ്ടെന്ന് തെളിയിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. പാമ്പിന്റെ എന്ത് അതിന്റെ തൊലിയുടെ അടിഭാഗത്ത് എന്തോ ഒരു വിരളൊക്കെ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രീയമായ കുറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്ന പാമ്പ്, ചിന്തിക്കുന്ന പാമ്പ്, ബൈബിൾ മനസ്സിലാക്കിയ പാമ്പ്, ബൈബിളിന് വിശദീകരണം കൊടുക്കുന്ന പാമ്പ്, ഉടമ്പടിയുടെ കാര്യങ്ങൾ പറയുന്ന പാമ്പ്, എന്തൊരു പാമ്പാന്ന് അറിയത്തില്ല. വേറൊരു ചോദ്യം കൂടെ ചോദിക്കുക. എന്തായാലും ഒരു ഭാഷ ഉണ്ടാകുമ്പോൾ അതിന് ലിപി ഉണ്ടാകണം, ഇത് കേട്ട് പഠിക്കണം. അങ്ങനെങ്കിൽ ഈ പാമ്പ് ആര് പറയുന്നത് കേട്ടു? ഈ പാമ്പിനെ ആരാ പഠിപ്പിച്ചത്? മൃഗമാണെങ്കിൽ ആരാ ഭാഷ പഠിപ്പിച്ചത്? ആരാണ് ഇതിന് വൊക്കാബുലറി പറഞ്ഞു കൊടുത്തത്? ആരെ കേട്ടിട്ടാണ് പാമ്പ് പഠിച്ചത്? അല്ലാതെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അങ്ങനെ നമ്മൾ വേണേ പറയും അത് സൃഷ്ടിച്ചപ്പോൾ തന്നെ എല്ലാ ലാംഗ്വേജോടെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. ലോജിക്കൽ അല്ലത്. ശ്രദ്ധിക്കൂ പ്രിയരെ, ഞാൻ ആ പാമ്പ് വിടും. അപ്പൊ എന്തായാലും ഇത് സംസാരിക്കുന്ന പാമ്പല്ല, ഇത് നടക്കുന്ന പാമ്പല്ല. നമ്മുടെ അപ്പോളജെട്ടിമാര് പറയുന്ന പോലെ ഇത് നടക്കുന്ന പാമ്പുമല്ല, ഇത് ചിരിക്കുന്ന പാമ്പുമല്ല, ഇത് മനുഷ്യനാണ്. അത് വെളിയിൽ. അപ്പം ഒത്തിരി പേര് ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ആദമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ആദ്യ മനുഷ്യനാണ്? യെസ്. ആദമിനെ കുറിച്ച് പറഞ്ഞ ആദ്യ മനുഷ്യൻ, യെസ്. ആദം വാസ് ദ ഫസ്റ്റ് മാൻ, ബട്ട് ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്. ആദം ആദ്യത്തെ മനുഷ്യനാണ്, പക്ഷെ ആദമല്ല ആദ്യത്തെ മനുഷ്യവംശത്തിലെ ആള്. മനുഷ്യവംശം അവിടെ ഉണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കുണ്ട്. ഇവിടെ 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ആദമിന്റെ മുമ്പിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇദ്ദേഹത്തിന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള ഒരു ബ്രദർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, തിരുവനന്തപുരത്തുള്ള ഒരു ബ്രദർ, അദ്ദേഹം ഒരു പ്രസംഗിക്കുകയാണ്. അപ്പൊ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഈ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന്. അപ്പൊ അതിനൊരു ഇംഗ്ലീഷ് പദമൊക്കെ താൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാളിൽ തന്നെ ആണും ഉണ്ടായിരുന്നു പെണ്ണും ഉണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാളിൽ തന്നെ എന്തുണ്ട്? ആണും പെണ്ണുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഒരുമിച്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്, പൂർണ്ണ വളർച്ചയെത്തിയ പുരുഷനും പൂർണ്ണ വളർച്ചയെത്തിയ സ്ത്രീയും കൂടെ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് സയാമീസ് ഇരട്ടയുടെ കൂട്ടായിരുന്നു ദൈവം സൃഷ്ടിച്ച്. അങ്ങനെ ഒരു ഇതിപ്പോ ഒരാൾ മാത്രമല്ല കേട്ടോ, ധാരാളം പേർ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ക്രിയേഷനും ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ ക്രിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിലെ ക്രിയേഷനിൽ ദൈവം പറഞ്ഞ് ലെറ്റ് us മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഒരു സോറി പറയാം. ഞാൻ കൂടുതലും ഈ വായിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും പിന്നെ ഇംഗ്ലീഷ് ബൈബിളും റെഫർ ചെയ്യുന്നതെല്ലാം കൂടുതൽ അങ്ങനെ ആയതുകൊണ്ട് അറിയാതെ എൻ്റെ ഈ നാക്കിനകത്ത് ഇതിങ്ങനെ വരുന്നതാണ്. അല്ലാതെ ഞാൻ ഭയങ്കര ഇംഗ്ലീഷുകാരനായതുകൊണ്ടല്ല, എൻ്റെ ദയവായിട്ട് ക്ഷമിക്കണം. മലയാളത്തേക്ക് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്, വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും എഴുതാനും എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഭാഷ ആയതുകൊണ്ട് അത് മാത്രം അറിയാതെ നമ്മുടെ ഈ കൊച്ചു വായിൽ ഇത് വരുന്നതാണ്. തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ കോവളത്തെ കടല വിൽക്കുന്ന പെണ്ണുങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത് അത്ര അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ വലിയ സ്കോളറാണ്, ചിന്തിക്കരുത്. ചില ആൾക്ക് അത് ഭയങ്കര സഹിക്കാതെ അങ്ങനെ ചില കമന്റുകൾ ഇടുന്ന കണ്ടു. ദയവായിട്ട് അങ്ങനെ ചിന്തിക്കരുത് പ്ലീസ്. എനിക്ക് അത്ര വലിയ അങ്ങനെ വലിയ ലാംഗ്വേജ് കമാൻഡുള്ള ആളൊന്നും അല്ല, എനിക്കറിയാവുന്ന രീതി. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് ചിന്തിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടും വായിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടും അത് ഇംഗ്ലീഷിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്നാലും ഞാനൊരു മലയാളം കൂടെ ചേർത്ത് പറയാം. അതിൻ്റെ ഒരു രീതി ആയതുകൊണ്ട്, അല്ലാതെ ഇതിനകത്തൊരു പൊങ്ങച്ചമല്ലെന്ന് ആരംഭത്തിൽ ഓർമ്മിപ്പിക്കും. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ വിഷമം തോന്നുന്നുണ്ട്. ഇയാൾക്ക് എന്തടേ അതേ പറയത്തുള്ളൂ, ഈസ് വാസ് എന്നൊക്കെ. സോറി സർ, അത്രേ അറിയത്തുള്ളൂ, ഉള്ളതങ്ങ് പറഞ്ഞു ജീവിച്ചോട്ടെ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദമിനെ ദൈവം എന്ത് ചെയ്തു? തോട്ടത്തിൽ കൊണ്ടുവരുന്നു, ആണും പെണ്ണുമായിട്ട് അങ്ങ് സൃഷ്ടിക്കുക. ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായത്തിലെ സൃഷ്ടി എന്ന് പറയുന്നത്
അത് ദൈവം അതിനെ ജനറലായിട്ട് സംസാരിക്കുക. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു പറഞ്ഞാൽ ആണിനെയും പെണ്ണുങ്ങളും ഒരുമിച്ച് സൃഷ്ടിച്ചു എന്നല്ല. ഇതൊക്കെ കേൾക്കാൻ നല്ല രസം. എന്നിട്ട് ആ സഹോദരൻ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന വാക്കിന് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് നന്നല്ല എന്നാണ്. വല്ലാത്തൊരു വാക്കല്ലേ. അതായത് ഈ സയാമിസ് ഇരട്ടകളെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്, ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് നന്നല്ല. എൻ്റെ പൊന്ന്, ഈ ന്യൂ ജനറേഷൻ പിള്ളേരാ കേട്ടോ. ഇവർ ഈ ഒരു എന്തെങ്കിലും ഒന്ന് പുതിയത് അടിക്കണമല്ലോ, ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന സംഭവങ്ങളായതൊക്കെ. അങ്ങനെ അത് ഞാൻ ചോദിച്ചോട്ടെ, ഇവർ രണ്ടുകൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഇത് പുള്ളിക്ക് അറിയത്തില്ലേ പുള്ളിയുടെ ഒരു സൈഡില് മറ്റേ സ്ത്രീ ഉണ്ടെന്ന്? ഇതിലെ അർത്ഥനാരീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ ശിവനും പാർവതി കൂടെ ഒരുമിച്ചിരിക്കുന്ന പോലെയാണോ ആദമും ഹൗവയും കൂടെ സൃഷ്ടിക്കപ്പെട്ടത്? എനിക്കറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് വിട്ടേര്, എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഇനി 18 വാക്യം 2:18. അനന്തരം യഹോവേ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായി തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട്, ശ്രദ്ധിക്കണേ, നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടണമെന്ന് കാണുവാൻ അവരുടെ മുമ്പിൽ വരുത്തി. 1-ാം അധ്യായത്തിൽ 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചതാണ്. ഇവിടെ പറയുകയാണ്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. ഇത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതായത് ഈ ദൈവം അവന്റെ മുമ്പിലേക്ക് ഈ മൃഗങ്ങളെയും പക്ഷികളെയും പറവകളെയും എല്ലാം കൂടെ കൊണ്ടുവരിക. എന്നിട്ട് ഇദ്ദേഹം എന്തിന് പേരിടുന്നു, എന്ത് പേരിടുമെന്ന് അദ്ദേഹം എന്ത് പേരിടും നോക്കേണ്ടതിന് അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത പറയാം. ജസ്റ്റ് ഈ നെയ്മിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു ചിന്ത. അപ്പൊ കാട്ടുമൃഗങ്ങളൊക്കെ ആരാ നോക്കണം? ഈ നമ്മുടെ എല്ലാവരുടെയും ധാരണയിൽ എന്താ വന്നേക്കുന്നത്? കുതിര. അപ്പൊ ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? കുതിര, കഴുത, ആന, കഴുതപ്പുലി, സിംഹം, കരടി, ഇങ്ങനെയുള്ള സകല മൃഗങ്ങളും വരുന്നുണ്ട്. പിന്നെ ഭൂമിയിലുള്ള എല്ലാ മൃഗവും വരണമല്ലോ. അപ്പം പെൻഗിൻ വരുന്നുണ്ട്, പിന്നെ ഇല്ലേ കങ്കാരു വരുന്നുണ്ട്, ഹിമക്കരടി വരുന്നുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് നമ്മളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഇത് പറയുന്ന കേൾക്കാൻ പറ്റില്ലേ? ഇപ്പം എല്ലാത്തിനെയും കൊണ്ട് ഓരോന്നിനും എന്ത് ചെയ്തു? പേരിട്ടു. എനിക്ക് അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു നോക്കണേ. എല്ലാത്തിനും ദൈവം പേരിട്ടു. അവയ്ക്ക് എന്ത് പേരിടുന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. പേരിടുന്നത് കാണുവാൻ അവൻ എന്ത് പേരിടും എന്ന് കാണുവാൻ വേണ്ടി വരുത്തി. എന്നിട്ട് പറയാം, സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു വാക്കായത്. ഇയാളെ പേരിടാൻ വേണ്ടിയല്ലേ ചേട്ടാ ഈ മുഴുവൻ മൃഗങ്ങളെയും പക്ഷിയെയും പറവയും എല്ലാം കൂടെ അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നേ? അല്ലാതെ ഇത് തനിക്കൊരു ബ്രൈഡിനെ കണ്ടെത്താനുള്ള ബ്രൈഡ് പരേഡൊന്നും അല്ലല്ലോ. അങ്ങനെ തോന്നിക്കുന്നില്ലേ ഇത്? കാരണം നായുണ്ട്, കഴുതയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, ആടുണ്ട്, മാടുണ്ട്, പോത്തുണ്ട്, കാളയുണ്ട്, സകല മൃഗങ്ങളുമുണ്ട്. എല്ലാം കൂടെ വരിവരിയായിട്ട് വരുന്നു. എന്തിനും ഓരോന്നിനും പേര്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹൂദന്മാര് പേരിടുമ്പോൾ നമ്മുടെ പേരൊക്കെ ഇടുന്നത് നമുക്ക് നല്ലതായിട്ട് അറിയില്ലേ? അപ്പന്റെ അമ്മയുടെ പേരല്ല ആദ്യത്തെ അക്ഷരമൊക്കെ ചേർത്താണ് നമ്മൾ പേരിടുന്നത്. നമ്മൾ പേരിന് അർത്ഥമോ സാഹചര്യം ഒന്നും, നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ പേരിനെല്ലാം അതിൻ്റെതായ അർത്ഥമുണ്ട്. എല്ലാ പേരിനും അർത്ഥമുണ്ട്. യേശുക്രിസ്തുവിന്റെ പേരിനും അർത്ഥമുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അല്ലാതെ ജോസഫിന്റെ യോയും മറിയയുടെ മായും കൂടെ എടുത്തിട്ട് മായോ എന്നല്ല വിളിക്കാൻ പറഞ്ഞേ. എങ്ങനെയല്ലേ പേരിടേണ്ടത്? സാധാരണ നമ്മൾ അങ്ങനെയല്ലേ പേരിടുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നൊരു തമാശ ഉണ്ടല്ലേ, ക്രിസ്റ്റഫറിനും എന്തുവാ മേഴ്സിക്കാണോ എമ്മും ക്രീം മാക്രി എന്ന് പേരിട്ടെന്ന്. അപ്പൊ നമ്മൾ പേരിടുന്നതൊക്കെ ഓരോരുത്തരുടെ ആൽഫബറ്റ് ഒക്കെ നോക്കിയിട്ടാണ്.
പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ പേരിട്ടത് ആൽഫബറ്റ് നോക്കിയല്ല, അർത്ഥം നോക്കി. അപ്പം ഇതൊരു ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്. പേരിടുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയും. ഈ ബൈബിളില്, അതായത് യഹൂദ കൾച്ചറില് ജനിപ്പിക്കുന്ന അപ്പനായിരിക്കണം മകന്റെ പേരിന് നാമകരണം ചെയ്യേണ്ടതും പരസ്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യും വേണ്ടത്. നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാ സ്നാപകന്റെ അപ്പനായ സക്കറിയാവ് ഊമനായിപ്പോയി. ദേവാലയത്തിനകത്ത് വെച്ച് ദൈവദൂതന്റെ പ്രത്യക്ഷത, ഊമനായി, തനിക്കൊരു മകൻ ജനിക്കുമെന്ന്, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നൊക്കെയുള്ള ദൈവാലോചനകൾ ശ്രദ്ധിച്ചു. തൻ്റെ മകൻ ജനിക്കുന്ന സമയമായി. അപ്പം എലിസബത്ത് എന്ത് ചെയ്തു? ഇവൻ എന്ത് പേരിടണം എന്ന് ചോദിച്ചു. പറഞ്ഞു ഇവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്നൊരു പറഞ്ഞു, ഇത് നമ്മുടെ ചാർച്ചക്കാരിൽ ഇങ്ങനെ ഒരു പേരില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കൺഫേം ചെയ്ത്, യഥാർത്ഥത്തിൽ മറ്റേ അദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന സക്കറിയാവ് ഊമനായതുകൊണ്ട് തനിക്ക് ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതെ വരികയും താനൊരു സ്ലൈറ്റ് എന്തെങ്കിലും ഒരു എഴുതുവാനുള്ളത് കൊണ്ടുവരാൻ പറയുന്നു, പലക കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ എഴുതുന്നു യോഹന്നാൻ എന്ന്. താൻ എഴുതുമ്പോൾ തൻ്റെ നാവ് തുറക്കുന്നു. അപ്പം ജൂയിഷ് കോൺസെപ്റ്റ് അനുസരിച്ച് ഫാദറാണ് ഒരു മകന് പേരിടേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പേരിടുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നെയിമിങ് ചെയ്യുമ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ, അദ്ദേഹത്തിന്റെ ഐഡന്റിഫൈ ചെയ്യുക. ദിസ് ഈസ് മൈ സൺ, എൻ്റെ മകനെ. നെയിമിങ്. അപ്പൊ നെയിമിങ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി ആൻഡ് ഡിസേൺമെന്റ്. അതോറിറ്റി. അപ്പൊ ഈ ആളിന്റെ പുറത്ത് എനിക്ക് അധികാരമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചേക്കണം, ആരാണോ പേരിടുന്നത്, ആ പേരിടുന്ന ആള് ആ പേര് വഹിക്കുന്ന ആളിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ലേബൽ അല്ല. നാമം എന്ന് പറയുന്നതിന് തന്നെ ആ പദത്തിന്റെ അർത്ഥം തന്നെ നേച്ചർ, പവർ ആൻഡ് അതോറിറ്റി എന്നാണ്. മാത്രമല്ല, ഈ നെയിം അവിടെ കിട്ടത് ഇറ്റ് ഈസ് ടു ഡിഫൈൻ ദ കവനന്റൽ ഫങ്ഷൻ. ഇപ്പൊ ഓരോന്നിന് പേരിടുന്നെന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ ഫങ്ഷൻ എന്താണെന്ന് അനുസരിച്ച് പേരിടുക. അപ്പൊ ആദമാണ്, ഹി വാസ് ദ പ്രീസ്റ്റ്. അപ്പം ഈ തോട്ടത്തിനകത്താണ് വരുന്നത്, ആദാമിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. തോട്ടത്തിനകത്ത് എന്ത് ചെയ്തു? ഇതര സിവിലൈസേഷനിലുള്ള ആളുകളെയും കൂടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. എന്തിനാ? ഈ തോട്ടത്തിന്റെ അതിന് വേല ചെയ്യാൻ കാക്കണം. കാരണം ഇത് ഒത്തിരി വിശാലമായ സ്ഥലമാണ്. അതായത് ഗീഹോൻ നദി മുതൽ ഹിദേക്കൽ ഫ്രാത്ത് വരെ ഭയങ്കരമായി നീണ്ടൊരു വലിയൊരു പ്രദേശമാണ്. ഗീഹോൻ നദി എന്ന് പറഞ്ഞാൽ ഗിവാൻ നദി എന്നാണ്. ഗിവാൻ നദി പറഞ്ഞാൽ നൈൽ നദിയാണ്, കൂശ് ദേശത്ത്. അപ്പൊ ഒരെണ്ണം കൂശ് ദേശത്ത്, മറ്റൊന്ന് ഹിദേക്കൽ ഫ്രാത്ത്. അപ്പൊ ഈ നമ്മുടെ ചേട്ടായിമാരെല്ലാം കൂടെ ചേർത്ത് ഏതാൻ തോട്ടത്തെ കൊണ്ട് എവിടെ പിടിപ്പിച്ചെന്നറിയാമോ? ഹിദേക്കലിന്റെ ഫ്രാത്തിന്റെ ഇടയ്ക്ക് എവിടെയോ ഇറാഖിൽ കൊണ്ട് പിടിപ്പിച്ചേക്കും. ഇറാഖ് അല്ല ഈ ഏതൻ തോട്ടം എന്ന് പറയും. ഏതൻ തോട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മധ്യധരണി കടലിനും റിവേഴ്സ് യൂഫ്രട്ടീസ് ടൈഗ്രീസിനും നടുവിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന ഇസ്രായേല്, പാലസ്തീന്, സിറിയ, ലബനോൻ, ഇറാഖ്, ഇറാൻ, പിന്നെന്താ ജോർഡാൻ, വെസ്റ്റ് ബാങ്ക്, നമ്മൾ കാണുന്നില്ല ഈ സിറിയ, ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഭൂപ്രദേശമാണ് ആക്ച്വലി കനാൻ ദേശം. അല്ലെങ്കിൽ അതാണ് ഏദൻ തോട്ടം. ഇതാണ് ഒറിജിനൽ. ഇത് അതാ നേരത്തെ പറഞ്ഞ ഈ റൂട്ടിൽ നിന്ന് നമ്മൾ എവിടെ പോയി? നമ്മൾ നേരെ ഗ്രീക്കുകാരുടെ ഫിലോസഫിയിൽ പോയപ്പോൾ അതിനെ കൊണ്ട് എവിടെയോ കൊണ്ടുവന്ന് ഇറാഖിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചേക്കും. ഒന്നുമല്ല. ദൈവം കൊടുത്ത വാക്തത്വ ഭൂമി എന്ന് പറഞ്ഞാൽ ആദമിന് കൊടുത്ത അതേ ഭൂമിയിലേക്കാണ് അബ്രാമിനെ കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തോട്ടമുണ്ട്, തോട്ടവും ലാൻഡും ഉണ്ട്. ലാൻഡിനകത്താണ് തോട്ടം. തോട്ടം എന്ന് പറയുന്നത് ടെമ്പിൾ കോൺസെപ്റ്റാണ്, ദൈവത്തിന്റെ ആലയമാണ്. ദൈവം വസിക്കുന്നു. പുരോഹിതന്മാരായ ആദാമും അവന്റെ പുത്രന്മാരും അവിടെ ശുശ്രൂഷിക്കുന്നു. ആ തോട്ടത്തിന് വേല ചെയ്യാനായിട്ട്, ആ മരങ്ങൾക്കും മറ്റ് ആ ഗാർഡനെ പരിപാലിക്കാനായിട്ട് ദൈവം പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഡ്യൂട്ടി, റോള് പറയുകയാണ്. അല്ലാതെ തുമ്പിക്കുള്ളതിന് ആനയെന്നിരിക്കട്ടെ, അങ്ങനെയല്ല. വന്ന ഓരോ മനുഷ്യർക്കും അവരുടെ ഡ്യൂട്ടി, അതോറിറ്റിയോടെ ഓരോ ഫങ്ഷൻ ചെയ്യാനുള്ള ആ അപ്പോയിന്റ്മെന്റ് ആണ് ആക്ച്വലി ആര് കൊടുക്കുന്നത്? ആദം കൊടുക്കുന്നത്. നമുക്കറിയില്ല, ഉദാഹരണം ഞാൻ പറയാം. ദൈവം പേരിട്ടില്ലേ? ഇരുളിന് രാത്രി എന്നും പകലിന് വെളിച്ചമെന്നും പേരിട്ടു. അതിന്റെ അർത്ഥം എന്താ? ചുമ്മാ പേരിടുക. ചുമ്മാ കിടക്കട്ടെ, ഇരുട്ടല്ല രാത്രി അല്ല. അപ്പൊ അതൊരു ഫങ്ഷനാണ്. അതിനകത്തൊരു ഒരു വേ ഓഫ് എന്താ പറയുന്നത്, ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത്. സിസ്റ്റം വർക്ക് ചെയ്ത്, ഇപ്പൊ ലൈറ്റിനകത്തൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ഡാർക്ക്നെസ്സിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫങ്ഷൻ ആണ് ആക്ച്വലി ആ നെയിം കൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്ന് ഞാൻ
വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. സോ ഇവിടെ ഈ മുഴുവൻ ഫംഗ്ഷൻ വലിയ മനുഷ്യനെ മൊത്തം കൊണ്ടുവന്നു. നിങ്ങൾ നോക്കിക്കേ. എന്നിട്ട് ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? എല്ലാ മൃഗം പേരിടാൻ കൊണ്ടുവന്നു, എല്ലാത്തിനും പേരിട്ടു, പേരായി. പേരായെന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞ അതോറിറ്റി ആൻഡ് ഡിസേൺമെന്റ്, അല്ലെങ്കിൽ വേറെ എന്ത് പറയണ്ട, അതിന്റെ ഫങ്ഷണൽ പൊസിഷൻസ്, റോൾ, ഇതൊക്കെ നമുക്ക് പേരുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശപ്പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായി, ഓരോ ഫംഗ്ഷന് വേണ്ടി ആളുണ്ട്. എന്നതാ ശ്രദ്ധിക്കണം. അപ്പം ദേവാലയത്തിൽ ഇന്ന പണിക്ക് ഇന്ന ആള് കിട്ടി, അന്ന പരിപാടി ചെയ്യാൻ ഇന്ന ആളിനെ കിട്ടി, ഇന്ന തോട്ടത്തിന് ഇന്ന ആളിനെ കിട്ടി, കൾട്ടിവേഷൻ ഇന്ന ആളിനെ കിട്ടി, ഇതെല്ലാത്തിനും ആളുണ്ട്. പക്ഷേ തനിക്കൊരു ഹെൽപ്പ് മീറ്റിനെ, അതായത് തൻ്റെ ആ എല്ലാത്തിനും എല്ലാ റോളും ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? തനിക്ക് ആളിനെ കിട്ടി, എല്ലാത്തിനും പേരിട്ടു, താൻ ഡിസൈൻ ചെയ്യാൻ എന്ന് പറയാം. അതിന്റെ എല്ലാം അധികാരിയായി ആദം മാറി. എങ്കിലും തനിക്ക് തക്കതായ ഒരു ഹെൽപ്പ് മീറ്റ്, തന്നെ ഹെൽപ്പ് ചെയ്യാൻ തനിക്കൊരു ഹെൽപ്പ് മീറ്റിനെ കിട്ടിയില്ല അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ തന്റെ മുമ്പിലൂടെ ഈ കടത്തി വിട്ടത് ഏതെങ്കിലും ഒന്നും നിനക്ക് പറ്റിയതാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ വിട്ടത്. അപ്പം ആദമിന്റെ ഭാര്യ കുതിരയെ ഭാര്യയാക്കാനാണോ? സിംഹത്തെ ഭാര്യയാക്കാനാണോ? കുരങ്ങനെ ഭാര്യയാക്കാനാണോ? കഴുതയെ ഭാര്യയാക്കാനാണോ? പശു വരുന്നുണ്ട്, പശുവിനെ ഭാര്യയാക്കാനോ? അല്ല, ഇത് മനുഷ്യരാണ്. ഹ്യൂമൻ ബീങ്സ് ആർ ദേർ. അപ്പം കവനന്റൽ ഫംഗ്ഷൻ, ആ ഗാർഡൻ ഓഫ് ഏതിനെ ഫംഗ്ഷൻ ചെയ്യണം. കാരണം ഇതിനകത്ത് രണ്ടുപേര് മാത്രം മതി. ഇറ്റ്സ് എ വെരി വാസ്റ്റ് പ്ലേസ്. ഇത് ക്ലീൻ ചെയ്യണം, ഇത് കൾട്ടിവേറ്റ് ചെയ്യണം, ഇതിനെ പരിപാലിക്കണം, തോട്ടത്തെ എവറിത്തിങ് ആർ. ആദമിനെ നിന്നെ സൃഷ്ടിച്ചത് കാക്കുവാൻ, വേല ചെയ്യുവാൻ. ദാറ്റ് ഈസ് ഷമാർ ആൻഡ് അബ്ബാദ്. അബ്ബാദ് ആൻഡ് ഷമാർ മീൻസ്, നമ്മൾ ആ വാക്ക് കാണുന്നത് ദേവാലയത്തിലെ പുരോഹിതന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട. അപ്പൊ തോട്ടം കാക്കുക, വേല ചെയ്യുക എന്ന് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട. അപ്പം ദേവാലയത്തിന്റെ ഫംഗ്ഷൻ ആദം ചെയ്യും, തന്റെ മക്കൾ ചെയ്യും. തോട്ടത്തിന്റെ ഫംഗ്ഷൻ ആര് ചെയ്യും? ഈ സാമാന്യ ജനം ചെയ്യും. അപ്പൊ തോട്ടത്തിൽ ആരുണ്ട്? മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ ആളുകളെ ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്യുന്ന ജോലി ആരുടേതാണ്? ആദമിന്റെ ജോലിയാണ്. ഇയാളെ ഇന്നതാ, അതിനെ ഈ നെയ്മിങ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ തന്റെ കൂടെ നിന്ന് തനിക്കൊരു പാർട്ട്ണറായി നിൽക്കാൻ തന്റെ ഹെൽപ്പ് മീറ്റിനെ തനിക്ക് കിട്ടിയില്ല. ഇതാ ട്രൂത്ത്. അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ താൻ ഇട്ടതെല്ലാം പേരായി. എങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ? എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആളിനെ കിട്ടി. പ്രൈവറ്റ് സെക്രട്ടറിയെ കിട്ടി, മാനേജറെ കിട്ടി, കൗൺസിലിന് ആളിനെ കിട്ടി, പിന്നെ എന്ത് പറയുന്നത്, ഓരോ ഫംഗ്ഷൻ ചെയ്യാൻ ആളിനെ കിട്ടി, പല പല ഡിപ്പാർട്ട്മെന്റ് ആളിനെ കിട്ടി. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ആളിനെ കിട്ടിയില്ല. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണയെ കണ്ടുകിട്ടിയില്ല. അപ്പം ഇവിടുത്തെ ഈ ഫംഗ്ഷന്റെ എന്തുവായിരുന്നു മെയിൻ റീസൺ? എന്താണ് ഇതിന്റെ കാരണം? ഇതിനു വേണ്ടി ആളുകളെ അപ്പോയിന്റ് ചെയ്യണം. കൂട്ടത്തിൽ നീ നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് പറയാണ്, ഓക്കെ, മനുഷ്യന് കിട്ടിയില്ല, ആകയാൽ ദൈവം ഒരു കാര്യം ചെയ്യും. ശരി, നിനക്ക് കിട്ടിയില്ല, ആകയാൽ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിൽ ഒന്നെടുത്ത് അതിന് പകരം, ഇതെല്ലാം നമ്മൾ അക്ഷരം പ്രതിയാണ്. ഞാൻ ഇപ്പോൾ അവളോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. നമ്മുടെ പാമ്പ് ഓടിപ്പോകും. ഈ പാമ്പ് ഓടുന്നതിന് മുമ്പ് അയാളെ ഒന്ന് പിടിച്ചു നിർത്തി കാര്യം പറയണം. ശരി, ഞാൻ ഇന്ന് ഇതിനകത്ത് ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തും. ഈ പാമ്പിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരാം. അപ്പം ഈ പാമ്പ് ഈ മൃഗത്തിൽപ്പെട്ടതാണ്. ആദമിന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നു, അവയെ എങ്ങനെ സൃഷ്ടിച്ചെന്നുള്ളത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ചിന്തിക്കാം. ഈ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഇവിടുന്ന് ഒരു സാധനം, ഒരു വാരിയിൽ ഇങ്ങനെ ഊരി ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ദൈവം എന്തൊരു സ്ത്രീയാക്കി മാറ്റി. അതാണ് നമ്മൾ നോർമലി പറയുന്ന കാര്യം. പക്ഷെ വാസ്തവത്തിൽ ഇതല്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. ഇത് കേൾക്കുമ്പോൾ ദയവായിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ വരരുത്. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സംസാരിക്കുന്നത് എന്താണെന്നുള്ള ബോധമുണ്ട്, വേദപുസ്തകത്തെ സംബന്ധിച്ച് അല്പമായ ഗ്രാഹ്യമുണ്ട്. അപ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും കേൾക്കാത്ത കാര്യമായതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് രോഷം വന്നാൽ അത് എൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ മാത്രം കുഴപ്പമായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ അവഹേളിക്കപ്പെടരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. കാരണം ഇതെല്ലാം നമ്മൾ അപ്പം എഴുതി വെച്ചിട്ടുണ്ട് ബ്രദറെ. യെസ്, 100%. ഞാൻ അതിന്റെ അത് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്നുള്ളത് ബോധമുണ്ട്. ബോധത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരിക. അപ്പൊ ഈ മൃഗങ്ങൾ എന്താണ്? ഈ തോട്ടത്തിൽ വന്ന ഈ മൃഗങ്ങൾ ഏതാണ്? മനുഷ്യരാണ്.
ഇടയ്ക്ക് വെച്ചൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. നോഹയുടെ പെട്ടകത്തിനകത്തും നോഹയെ കൂടാതെ കപ്പിൾസ് ഉണ്ടായിരുന്നു. ഭർത്താവും ഭാര്യയും ഉണ്ടായിരുന്നു, സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. കൊല്ലണ്ട, കൊല്ലാൻ വരണ്ട കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്തുവാണ് ഈ പറയുന്നതെന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. എന്തു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലമുള്ളത് ദയവായിട്ടോടെ വെച്ചേര്, എനിക്ക് സമയമില്ല അങ്ങോട്ടൊന്നും പോകാൻ. ഞാൻ ഈ സ്നേഹത്തോടൊരു കാര്യം പറയാം. അപ്പൊ നമ്മുടെ പാമ്പ് ആരാണിത്? പത്തിക്കാരൻ. ഇവനൊരു മോട്ടിവേഷണൽ പ്രീച്ചർ. ഞാനിങ്ങനെ ആദ്യം പറയാം. നമ്പർ 1 ജോലി മോട്ടിവേഷണൽ പ്രീച്ചർ. നമ്പർ 2, ഹിസ് പ്രീച്ചിങ് ഈസ് ഔട്ട് ഓഫ് ദ കവനന്റ്. ഇവൻ എന്തിനാ പറയത്തുള്ളൂ? ഉടമ്പടിയുടെ വെളിയിലേ സംസാരിക്കത്തുള്ളൂ. ഉടമ്പടിക്ക് അകത്ത് കയറത്തില്ല. അത് കാരണം അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. ഈ കവനന്റിന്റെ വെളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ന്യൂ കവനന്റ് സഭയ്ക്കകത്ത് ഓൾഡ് കവനന്റിന്റെ അവശിഷ്ടം പ്രസംഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇവരാരായിരിക്കും? തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഉടമ്പടിയുടെ സർക്കിളിൽ നിന്ന് പറയാതെ, ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ലാതെ വെളിയിലെ ഒരു കൾച്ചറൽ മെസ്സേജ്, നീ മരിക്കത്തില്ല നിശ്ചയം എന്ന് പറയുന്ന ആ മെസ്സേജ് ഇന്നത്തെ തലമുറയോട് നമുക്ക് എങ്ങനെ യോജിക്കാനായിട്ട് പറ്റും? ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ തലമുറ സെയിം. ഓരോ ഞായറാഴ്ചയും ഓരോ വിടുതൽ യോഗങ്ങളും ഓരോ ഉപവാസ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ ഇതേ പാമ്പിന്റെ മെത്തേഡാണ്. ദ മോട്ടിവേഷണൽ പ്രീച്ചർ, ദ ഫസ്റ്റ് മോട്ടിവേഷണൽ പ്രീച്ചർ, he was the right reverend Nakash. Right Reverend Nakash. I'm sorry. It's the motivational preacher. First prophetical preacher ആരെന്നറിയും? നമുക്കിപ്പോ ഇന്ന് മുഴുവൻ ട്രെൻഡാണ്. മുഴുവൻ ട്രെൻഡായി. കേരളം മൊത്തം ട്രെൻഡിയാണ്. പ്രൊഫറ്റിക്കൽ സൺഡേ, പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ, പ്രൊഫറ്റിക്കൽ വർക്ക്ഷോപ്പ്, പിന്നെ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ്, പ്രൊഫറ്റിക്കൽ സെമിനാർ, പ്രൊഫറ്റിക്കൽ സോ മെനി ടൈറ്റിൽസ് നമ്മുടെ ഇടയിലുണ്ട്. എല്ലാം പ്രൊഫറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ ചെയ്തൊന്നും പറയില്ല, കർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, എല്ലാം എന്തോ. ഈ പ്രൊഫറ്റിക്കൽ എന്ന് വാക്കിന്റെ അർത്ഥം എന്താ? ഇന്നത്തെ കാര്യം പറയുന്നതല്ല, ഇന്നത്തെ കാര്യം പറയത്തില്ല, നാളത്തെ കാര്യം പറയത്തുള്ളൂ. പക്ഷെ ദൈവം തമ്പുരാന്റെ പ്രത്യേകത, ദൈവം ഇന്നത്തെ കാര്യം പറയത്തുള്ളൂ. തിന്നുന്ന നാളിൽ ദാറ്റ് ഡേ യു വിൽ ഡൈ. പാമ്പ് പറയും യു വിൽ നെവർ ഡൈ. ടോക്ക് അബൌട്ട് ടുമോറോ. ഒരു പുതിയ ഉറവകൾ തുറക്കാൻ പോവും. പ്രൊഫറ്റിക് മെസ്സേജ്. ശുശ്രൂഷയ്ക്ക് ഒരു അടുത്ത റലം ഓപ്പൺ ആകാൻ പോവും. പ്രൊഫറ്റിക്കൽ മെസ്സേജ്. അതിനൊരു പ്രത്യേക അനോയിന്റിങ് നിന്റെ മേൽ ഇപ്പോ വ്യാപരിക്കാൻ പോവും. ഒരു സ്പെഷ്യൽ അനോയിന്റിങ്. പ്രൊഫറ്റിക് മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. സഹോദര, നിങ്ങൾ ഇന്ന് വരെ പോകാത്ത ചില ഉയർന്ന വഴികളിലേക്ക് ദൈവം നമ്മളെ നടത്താൻ പോകും. പ്രൊഫറ്റിക്കൽ മെസ്സേജ്. പ്രൊഫറ്റിക്കൽ മെസ്സേജ്. മോട്ടിവേഷണൽ മെസ്സേജ്. നോട്ട് ബിബ്ലിക്കൽ. ബൈബിളൊന്നുമില്ല. ബൈബിളിൽ എവിടെയാണ് കാണിച്ചത്? തങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു ഭയങ്കര ഒരു ഇരട്ടി അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കാൻ പോകും. വേർ ഇറ്റ് ഈസ് ഇൻ ദ ബൈബിൾ? വേർ ഇറ്റ് ഈസ് ഇൻ ദ ബൈബിൾ? അത് എലീശ പ്രവാചകൻ, എലിയാവിന്റെ. എന്റെ പൊന്നു മോനെ, എടാ ചക്കര മക്കളെ ശ്രദ്ധിക്കടാ. ഈ 2 മടങ്ങ് അഭിഷേകമൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ അഭിഷേകമല്ല. ഇദ്ദേഹം എന്താ പറഞ്ഞു? ദൈവമേ, നീ എലിയാവിനോട് പറയാം, എന്റെ പിതാവേ എന്ന് പറഞ്ഞിട്ട് പറയാം, നിന്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ തരണം. ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എന്തു ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞു? ഡബിൾ പോർഷൻ. ഈ ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? വല്ല പിടിയുണ്ടോ? ഡബിൾ പോർഷൻ ആർക്കാ കൊടുക്കുന്ന അറിയും? ഫസ്റ്റ് ബോൺ, ആദ്യജാതന്റെ അനുഗ്രഹം.
ഫസ്റ്റ് ബോണിനാണ് ഡബിൾ പോർഷൻ. എന്തിനാ ഫസ്റ്റ് ബോണിന് ഡബിൾ പോർഷൻ കൊടുക്കുന്നത്? ഇളയത്തങ്ങൾ ഏതെങ്കിലും നിലയിൽ തൊലഞ്ഞു പോയാൽ അവരെ റിക്കവർ ചെയ്യാനുള്ളതും കൂടെ അപ്പൻ ആരുടെ പക്കലേൽപ്പിക്കും? മൂത്ത ആളിന്റെ പക്കലേൽപ്പിക്കും. ദൈവത്തിന്റെ ആദ്യജാതൻ ആരാ? കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ ഈ ഡബിൾ പോർഷൻ ആരുടെ മേൽ വന്നതാണ്? യേശു ക്രിസ്തു. അപ്പൊ ഇന്ന് ക്രിസ്തീയ സഭയ്ക്കകത്ത് ഡബിൾ പോർഷനോ അനോയിന്റിങ് ഉണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ഈ സംഭവങ്ങളെല്ലാം വന്നത് ഇതുപോലുള്ള ഫാൾസ് ടീച്ചേഴ്സിൽ നിന്നാണ്. എപ്പോഴും ഞാൻ ഒരു കാര്യം ഓപ്പൺ, ഹാദമിനെ ഹൗവയും തെറ്റിച്ചതാണ്. ഇത് അല്പം ഞാൻ സമയം എടുത്തു പറയാം. പ്ലീസ് ദയവായിട്ട് നിങ്ങൾക്ക് പറ്റുക കേട്ടാൽ മതി. അല്ല ഇപ്പൊ തന്നെ ഓഫ് ആക്കിയിട്ട് പോയിക്കോ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ആദമിനെ ഹൗവയും തെറ്റിച്ചതാര്? പാമ്പ്. പാമ്പാരാണ്? മനുഷ്യൻ. വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തീയ സഭയ്ക്കകത്ത് കാർന്നു നിന്ന ഒരു ക്യാൻസർ പോലുള്ളൊരു സംഭവത്തിന് ഞാൻ ഇന്നൊരു മരുന്ന് തരാൻ പോകും. ലോകത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും തോൽവി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ഒരു മനുഷ്യനായിരിക്കും. ഒന്നുകിൽ ഒരു തെറ്റായ ബൈബിൾ ടീച്ചർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു തെറ്റായ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച തെറ്റായ റിലേഷൻഷിപ്പ്. എല്ലാ തിന്മയ്ക്കും, എല്ലാ വീഴ്ചയ്ക്കും, എല്ലാ പരാജയത്തിനും കാരണം അതിന്റെ പിറകിൽ ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ നമ്മൾ കേട്ടത് അങ്ങനല്ല. നമ്മളെ സാത്താൻ തള്ളിയിട്ടു, പിശാജ് വശീകരിച്ചു, പിശാജ് പ്രലോഭനമിട്ടു, പിശാജ് എന്നെ വീഴ്ത്തിച്ചു, പിശാജ് എന്നെ തോപ്പിച്ചു. നോ 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 നോ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു അജ്ഞാത സംഭവമില്ല. ഈ അജ്ഞാതം, കാണാത്ത കാര്യം, ഹിഡൻ നോളജ്, ഇതെല്ലാം പാമ്പിന്റെ ഉപദേശമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ചിലർ പ്രസംഗിക്കും, ഇന്നിവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ബന്ധിച്ച ചില ബന്ധനങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് പാമ്പിന്റെ പ്രസംഗാണ്, പാമ്പിന്റെ പ്രസംഗാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരെയോ രഹസ്യമായി ഹിഡനായിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഇയാൾ ഇത് പ്രസംഗിക്കുന്ന ആളാണ്. ഈ പ്രസംഗിച്ച് ലോകത്ത് ആദ്യമായിട്ട് ഇത് പ്രസംഗിച്ച ആരാണ്? പാമ്പാണ്. ഈ ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒന്നുമില്ല. ദൈവം തമ്പുരാൻ ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലും വന്നിട്ട് എടാ തിന്ന നാളെ ഞാൻ തൂ, ഇത്ര പറഞ്ഞുള്ളൂ. അല്ലാതെ കണ്ണടച്ചിട്ട് നിന്നെ വശീകരിക്കാൻ ചില വ്യക്തികൾ, നിന്റെ ഭാര്യയിലൂടെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിന്റെ അസ്ഥിക്കസ്ഥിയും മാംസത്തിനും മാംസവുമായ നിന്റെ ഭാര്യയിലൂടെ ചില പ്രലോഭനങ്ങളും അതിൻ്റെതായ ചില തന്ത്രങ്ങളും അതിൻ്റെതായ നിലയിൽ നിന്നെ തകർത്ത് വശീകരിച്ച് വഞ്ചിക്കുന്ന ചില പോരുകൾ വെളിപ്പെടുന്നത് എൻ്റെ ആത്മാവ് കാണുന്നു. ആരാ? യഹോവയായ ദൈവം പ്രവചിക്കും. അങ്ങനെ പറഞ്ഞു. അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. അറിയാം, പറയൂല്ലെന്ന്. തമ്പുരാന്റെ ജോലിയല്ലെന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ദൈവം തമ്പുരാന്റെ ജോലി കൃത്യമായിട്ട് പറഞ്ഞാൽ ഫോർച്യൂൺ ടെല്ലർ. അതാ എൻ്റെ ദൈവത്തിന്റെ ജോലി. ഇന്നത്തെ ജോലി 2-3 ജോലി എൻ്റെ ദൈവത്തിന് ഇന്ന് ഭൂമി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പാമ്പ് കൊടുത്ത ജോലി. ഒന്ന്, ഒരു ലാട വൈദ്യന്റെ ജോലിയാണ് ഇപ്പൊ ദൈവം ചെയ്യുന്നത് മിക്കവാറും എല്ലാ സഭയിലും. 2, മന്ത്രവാദിയുടെ ജോലി ദൈവം ചെയ്യുന്നു. 3, മൂന്നാമത്തത് കുറി ചൊല്ലുന്നവന്റെ, അതായത് ഈ ലക്ഷണവിദ്യ പറയുന്നവന്റെ ജോലിയായി ഇപ്പൊ തമ്പുരാൻ ചെയ്യുന്നത്. തമ്പുരാൻ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്താ അതിന്റെ അർത്ഥം? ലാടവൈദ്യൻ എന്ന് പറഞ്ഞാൽ വാ കോച്ച്, ഉളുക്ക്, പെരുപ്പ്, കാലിന്റെ പെരുപ്പ്, അസ്ഥിക്കുള്ള വേദന, നടുവിനുള്ള വേദന, മുട്ടുവേദന, കാലുവേദന, എല്ലാറ്റിനും വരിക, അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഞായറാഴ്ചയും അത്ഭുത രോഗശാന്തി. എന്തോന്ന് മാന്തി, എന്തോന്ന് സൗഖ്യം ഉണ്ടായെന്ന്? അത്ഭുത രോഗശാന്തി വരുന്നുണ്ട്. അത്ഭുത രോഗശാന്തിക്ക് എല്ലാത്തിനും വേദപുസ്തകത്തിൽ നിന്ന് മറുപടി വരുന്നുണ്ട്. പുരുഷനെ പോലെ അരമുറുക്കി മറുപടി പറയാൻ തയ്യാറായി വരണം എല്ലാ ഹീലിംഗ് മിനിസ്റ്റേഴ്സ് വരണം.
ലാടവേദിന്റെ ജോലിയാണ്. ഓ, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. ഓ, കർത്താവിന്റെ ദാസൻ അവിടുന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ശക്തി വ്യാപരിച്ചു. ഓ, എനിക്കിരിക്കാൻ വയ്യ. ഇങ്ങനെ കുറെ പേക്കൂത്ത് കണ്ടിട്ടില്ലേ സഭയ്ക്കകത്ത്? ഏതെങ്കിലും ഒരു വചനം പറയുമ്പോൾ ഇരുന്ന് കൈയടിച്ചിരുന്ന് കൂന്ന് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ പരിശുദ്ധാത്മാവെന്നാ വിചാരിച്ചേക്കുന്നത്? വളരെ ശാന്തമായി നിന്ന് വചനം പറയാൻ ഏതെങ്കിലും വേദിക്ക് പറ്റും? അല്ല, ശാന്തമായി വചനം പറയുന്ന ഏതെങ്കിലും ഒരു ദൈവദാസന് രക്ഷപ്പെടാൻ പറ്റുമോ? അല്ല, ശാന്തമായി തിരുവെഴുത്തുകൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന്റെ തലേ കയറുമോ? കയറൂല. ഈ പാമ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഈ എൻചാൻമെന്റ്, ഈ മാസ്മരികതയ്ക്കകത്തും മാത്രമേ ശുശ്രൂഷ വർക്കൗട്ട്. ഇതിനെ ശുശ്രൂഷ എന്നാ പറയുന്നത്. It's not ministry. This is the ministry of the serpent still today. ഒന്നുള്ള പറയാം, ഇത് സെൻഷ്വാലിറ്റിയാണ്. സെൻഷ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ. ആത്മാവ് വരുമ്പോൾ ഇമോഷണൽ ആകുക. സ്തോത്രം. ഇമോഷണൽ ആകുക, തലയിലോട്ട് വീഴുക, ഉരുളുക. നിങ്ങൾ കണ്ടിട്ടില്ല? നീ ആഫ്രിക്കയിലൊക്കെ ഇപ്പൊ നമ്മുടെ കുറെ ചേട്ടന്മാരെല്ലാം ആഫ്രിക്കയിൽ പോയിട്ട് ഒരു സ്പെഷ്യൽ അനോയിന്റിങ്, അവൻ അങ്ങ് തെറിച്ചങ്ങ് പോയി കിട്ടിക്കിട്ടാന്ന് പറയ്ക്കുക. അവന്റെ കാലേ കൂടെ തോന്നുന്നു അഭിഷേകം കയറിയത്. ഈ പ്രഹസനം എല്ലാം കണ്ടിട്ട് ഇവിടോട്ട് പറയാം, ഞാൻ ഇന്ന ആളിന്റെ അഭിഷേകത്തോടെ വന്നിരിക്കുന്നത്. ഞാൻ ഓപ്പണിൽ ആമിട്ടല്ലേ, നിങ്ങൾ വേണേ വാക്യങ്ങൾക്ക് എടുത്തുകൊണ്ട് വരായിരിക്കും. പൗലോസിന്റെ കൈവെപ്പിനാൽ, പൗലോസിന്റെ കൈവെൽപ്പ കൃപാവരം വന്നെന്നല്ല എഴുതിയേക്കുന്നത്. നല്ലപോലെ പോയി വായിച്ചു നോക്കിയാൽ. പൗലോസ് കൈവെക്കുമ്പോൾ കൃപാവരം വരുന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവല്ലേ ഓരോരുത്തരും ഇച്ഛിക്കുന്ന പോലെ വരം കൊടുക്കുന്നു. അപ്പൊ പൗലോസ് എന്താ പരിശുദ്ധാത്മാവാണ്? വായിച്ചു നോക്കി, കൃത്യമായിട്ട് പറഞ്ഞ ഇങ്ങനെയുള്ളൂ, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പറയാം. നിന്റെ ഉള്ളിൽ ഓൾറെഡി കൃപാവരം ഉണ്ട്. അത് നിനക്ക് പരിശുദ്ധാത്മാവ് തന്നതാ. ഞാനിപ്പോ അത് കൈവെക്കുമ്പോൾ, ഞാൻ നിന്നെ അതിന് നിയോഗിക്കുമ്പോൾ, ആ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുമ്പോൾ, അപ്പോസ്തലികനായിട്ട് പറയാം, നിന്റെ അകത്തുള്ള കൃപാവരം ജ്വലിക്കാൻ വേണ്ടിയാണ് കൈവെക്കുന്നത്. അല്ലാതെ എൻ്റെ ഈ MD കൈ കൊണ്ട് ഒന്നും അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ഞാൻ കൈവെക്കുമ്പോൾ നിനക്ക് ഇന്ന് മുതൽ അതിൽ ഫങ്ഷൻ ചെയ്യാനുള്ള അതോറിറ്റി നൽകുക. ദാറ്റ് ഈസ് ആൻ അപ്പോസ്റ്റോലിക് അനോയിന്റിങ്. അല്ലാതെ പകർച്ചയൊന്നുമല്ല. ഒരു പകർച്ചയില്ല. ഇവിടെ ചില പറഞ്ഞു ഞങ്ങൾ പകർച്ചയിൽ ആണ്. ഞാനും പകർച്ചയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തറിയോ? മലേറിയ പിടിച്ചവന്റെ അടുത്ത് പോയാൽ മലേറിയ വരും. കൊറോണ പിടിച്ചവന്റെ അടുക്ക പോയാൽ കൊറോണ വരും. ഹെപ്പറ്റൈറ്റിസ് B ഉള്ളവനെ കുത്തിയ കൊതു നിന്നെ കുത്തിയ നിനക്ക് വരും. ഡെങ്കിപ്പനി ഉള്ളവരടുത്ത് പോയാൽ നിനക്ക് ഡെങ്കിപ്പനി വരും. നിപ്പയുടെ അടുക്ക പോയാൽ നിനക്ക് നിപ്പ വരും. ഇതാ പകർച്ച. ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു പകർച്ചയും ഇല്ല. ഒരൊറ്റ സ്ഥലത്ത് നിന്നേ അത് പകരത്തുള്ളൂ. അത് തലയായവനിൽ നിന്നാണ്. തലയില്ല. ഇവ തലയെ വിട്ടിട്ട് വേറെ എന്തിന്റെയൊക്കെ പുറകെ സഭ പോവുക. ഇതിന്റെ കാരണക്കാര് ഈ പാമ്പാണ്. സ്റ്റിൽ ഇന്നും ആ പാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടെന്നൊരൊറ്റ വാക്ക് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ ഇപ്പൊ അത് ക്ലോസ് ചെയ്യാണ്. അടുത്ത ദിവസം പാമ്പിന് കൊടുത്ത ശാപം എന്താണ്, പാമ്പ് എന്ത് തിന്നുന്നു, അല്ലെങ്കിൽ പാമ്പിന്റെ സ്വഭാവം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ തരാം. ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 65-ാമത്തെ അധ്യായത്തിൽ 65 വേഴ്സ് 25 ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ന്യൂ ടെസ്റ്റമെന്റിനെ കുറിച്ചാട്ടോ. ന്യൂ കവനന്റാ. പുതിയ 17 വായിക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ന്യൂ കവനന്റ്, ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. ഞാൻ ഒരു വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്യണം. കാരണം ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത നമ്മുടെ എംബ്രായ പണ്ഡിതന്റെ ഒരു പ്രസംഗം കേട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ തല കറങ്ങിപ്പോയി. ഇഷ്ടം. പുതിയ സൃഷ്ടി, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന മൊത്തം കാത്തി പണ്ടാരടങ്ങി എന്നിട്ട് പൂത്തൻ ഒരെണ്ണം സ്ഥാപിക്കുമെന്ന ഈ പണ്ഡിതൻ പറഞ്ഞ. ഇയാൾക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം ഭയങ്കര എബ്രായ പണ്ഡിതനുമാണ്. കഷ്ടം. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതിയ നിയമം. അതായത് മനസ്സിലാക്കും. പഴയ ആകാശം പഴയ ഭൂമി എന്ന് പറഞ്ഞാൽ പഴയ നിയമം. ദൈവം പുതിയ നിയമത്തെ കൊണ്ടുവന്നതാണ്. മുമ്പലത്തെ ആരും ഓർക്കയില്ല. പറയാം, ഓൾഡ് കവനെ ആരും ഓർക്കത്തില്ല. അവരുടെ മനസ്സിൽ വരികയുമില്ല. അവിടെ പാമ്പിന് ദൈവം കൊടുത്ത ശിക്ഷ എന്താണ്? നീ ആയുഷ്കാലമൊക്കെ
എന്ത് ചെയ്യും? ഉരസ് കൊണ്ട് ഗമിക്കും. നിന്റെ ആവിഷ്കാരമൊക്കെ നീ പൊടി തിന്നും. ഞാനത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചോളാം. പൊടി തിന്നും. അപ്പം പാമ്പ് പൊടി തിന്നുവെന്നാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടവർ നിങ്ങൾ പോയി ഒന്ന് നെറ്റി ചെക്ക് ചെയ്യണം, ലോകത്ത് ഏതെങ്കിലും പാമ്പ് പൊടി തിന്നാണോ ജീവിക്കുന്നത്. അപ്പൊ പറയും പാമ്പിന്റെ വെറുതെ വ്യാഖ്യാനം അറിയോ, പാമ്പിന്റെ മുഖം ഈ മണ്ണിനോട് ചേർന്നാ പോകുന്നതുകൊണ്ട് പൊടിയും കൂടി ഇങ്ങനെ നക്കിക്കൊണ്ടാ പോകുന്നതെന്നാ പറയും. എന്തെല്ലാം പൊടി തിന്നുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം. ശ്രദ്ധിച്ചു നോക്ക്. 25 ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. ദിസ് ന്യൂ കവനന്റ്. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. അപ്പൊ സർപ്പം എവിടെ ഉണ്ട്? ന്യൂ കവനന്റിലും ചെന്നായും ഉണ്ട്, സിംഹവും ഉണ്ട്, സർപ്പവും ഉണ്ട്. അപ്പൊ പുതു കവനന്റിലും സർപ്പത്തിന്റെ ജോലി എന്താണ്? പൊടി തിന്നുന്നതാണ്. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇതതിന്റെ അർത്ഥം. ഞാൻ പാമ്പ് പൊടിയൊക്കെ തിന്നും, ചെന്നായി സിംഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒറ്റ ഒരുത്തനും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ യു ആർ വെൽ ഡബിൾ പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ് ഓൾമൈറ്റി ഇൻ ദ ന്യൂ കവനന്റ്. ഈ റെവലേഷൻ ഉള്ളിടത്ത് പറഞ്ഞ് നിന്നെ തകർക്കാൻ സാത്താൻ വരുന്നു, നിന്നെ അതാ വരുന്നു, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, ഒരു പുതിയ വെളിപ്പെടാൻ പോകുന്നു, ഒരു പുതിയ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. ദിസ് ഓൾ നോൺസെൻസ്, ദിസ് ഓൾ പ്രൊഫറ്റിക്കൽ നോൺസെൻസ് ഈസ് ഫ്രം ദി സർപ്പന്റ്. ദിസ് ഓൾ ഇമോഷണൽ ഡ്രാമ ഈസ് ഫ്രം ദി സർപ്പന്റ്. Don't go after this emotion. Emotions അവസാനിക്കും. That is not Christianity. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ നീ സഭാകുളി കാണിക്കുന്ന പേക്കൂത്തല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം രാജകീയ ജീവിതമാണ്. ഇറ്റ്സ് എ ഡിവൈൻ ലൈഫ്. ഇറ്റ്സ് എ റൈച്ചസ്നെസ്, റൈച്ചസ് ലിവിംഗ്, ഹോളി ലിവിംഗ്, ദ ലൈഫ് ഓഫ് ലവ് ആൻഡ് റൈച്ചസ്നെസ്. ദാറ്റ് ഈസ് ന്യൂ ടെസ്റ്റമെന്റ്. അതാണ് പുതിയ നിയമം. അല്ലാതെ അലറുക, കൂവുക, വിടുതൽ. എന്തോന്ന് വിടുതൽ? നിങ്ങൾക്കറിയാം, ഈ സൂത്രം മുഴുവൻ ദൈവത്തിൻ്റെതല്ല. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല. ഇതൊന്നും ന്യൂ ടെസ്റ്റമെന്റ് അല്ല. ഇതെല്ലാം ഇമോഷൻ, സെൻഷ്വാലിറ്റി ഈസ് ദ മിഷൻ, ഈസ് ദ മിനിസ്ട്രി, ഈസ് ദ ഫാൾസ് ടീച്ചിങ്സ് ഓഫ് ദി സർപ്പന്റ് നഖാഷ്. ഇത് മന്ത്രവാദമാണ്. കെട്ടുകളെ അഴിക്കുക ദൈവം. പിന്നെ ദൈവത്തിന്റെ ജോലിയാ. അവൻ കെട്ടും, ദൈവം അഴിക്കും. സൂപ്പർ. സാത്താൻ കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് അഴിക്കുക. പരിശുദ്ധാത്മാവിന്റെ ജോലി അതാ, കെട്ടഴിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവൻ കെട്ടും, ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് അഴിക്കണം. ദൈവം തമ്പുരാൻ ആരാ? ഇവന്റെ വേലക്കാരനല്ലേ. അവൻ കെട്ടുന്നു, കർത്താവ് അഴിക്കുന്നു. അവൻ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു, കർത്താവ് ഇതിനെ തള്ളി മാറ്റുന്നു. സൂപ്പർ. എന്തോന്നാ ഇത്? ഈസ് എ ക്രിസ്ത്യാനിറ്റി? നോ. This is a fabricated nonsense. Beware of it. മറക്കരുത്. അപ്പൊ നമ്മുടെ പാമ്പിനെ എവിടെ കൊണ്ടെത്തിച്ചെന്നറിയാലോ. പൊടി തിന്നും. ആ പൊടി തിന്നത് എന്താണെന്ന് നമ്മൾ, പൊടി എന്താണെന്നും ഉരസ് കൊണ്ട് ഗമിക്കുക എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അടുത്ത വീഡിയോയുടെ നമുക്ക് പാമ്പിനെ പറഞ്ഞ് വിട വന്ന് പാമ്പെന്ന് പറയുന്ന ആളിനി ദയവ് ചെയ്ത് നിങ്ങളുടെ ചർച്ചിൽ ആരെങ്കിലും പറയുമ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മളിന്ന് കാണുന്ന പാമ്പല്ല, അത് മനുഷ്യനാണ്. കാരണം ആദമല്ല ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ. ആദം ആണ് ഭൂമിയിലെ ആദ്യത്തെ ഉടമ്പടിയുടെ മനുഷ്യൻ. ആ ഹൗവയാണ് ജീവനുള്ള എല്ലാവരുടെയും മാതാവ്. ആ ജീവൻ മൂക്കിക്കൂടെ വലിക്കും ജീവനല്ല, ദ ലിവിങ് സ്പിരിറ്റ്. ആദം ദൈവത്തിന്റെ ശ്വാസം സ്വീകരിച്ചപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. ദാറ്റ് ഈസ് എ ലിവിങ് സോൾ. ഈ വാസ് ദ മദർ ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. കവനന്റ്, എല്ലാ ഉടമ്പടിയുടെ മക്കളുടെ അമ്മ ഈവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. പരിശുദ്ധനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിശ്ചയമായിട്ട് നിങ്ങൾ ഈ വീഡിയോ അനുഗ്രഹമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഈ ശുശ്രൂഷയെ നിങ്ങൾ ആ നിലയിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ. കഴിയുന്നിടത്തോളം എത്രയും വേഗം ഈ സഭകളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ തുടച്ചു നീക്കപ്പെടണം. സത്യസന്ധമായ ദൈവിക ഉടമ്പടിയിൽ അധിഷ്ഠിതമായ പുതുനിയമത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ നിയമം പറയേണ്ടടുത്ത് പഴയ നിയമം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന
നമ്മുടെ ഓൾഡ് കവനന്റിന്റെ പാമ്പുകളായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരും അവർ മാനസാന്തരപ്പെടട്ടെ, സത്യത്തിന്റെ ദൂതുവാഹികളായി ദൈവരെ രൂപാന്തരപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.